ഹായ് ഹലോ കഥ ആൻഡ് ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ആൻഡ് എന്താണ് ഇത്ര സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് പറയാൻ അറിയില്ല. ഇത് ജസ്റ്റ് എങ്ങനെയൊക്കെ ആവും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ബട്ട് അഗെയിൻ ഇറ്റ്സ് മൈ ഹാപ്പിനെസ്. ഐ തോട്ട് ദിസ് ഇസ് ദ റൈറ്റ് പ്ലാറ്റ്ഫോം ടു ഷെയർ ദാറ്റ്. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മമ്മൂക്കേനെ പറ്റി. ആൻഡ് ഞാൻ മമ്മൂക്കയുടെ ഒരു കടുത്ത ആരാധകനാണ്. ആൻഡ് എനിക്ക് മമ്മൂക്കയുടെ സിനിമകൾ ഫസ്റ്റ് ഡേ കാണാൻ പോവുക, അത് തിയേറ്ററിൽ എൻജോയ് ചെയ്യുക, കൈയടിക്കുക, വിസിലടിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പം എല്ലാവർക്കും എല്ലാ സിനിമകളും ഫസ്റ്റ് ഡേ ഒന്നും പോയി കാണാനും ആ തിരക്കിന്റെ കൂടെ കാണാനും ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് പക്ഷെ നമ്മുടെ മമ്മൂക്കയുടെയും അതുപോലെ ലാലേട്ടന്റെയും പടങ്ങളൊക്കെ ഫസ്റ്റ് ഡേ പോയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അതിന്റെ അത്ര സന്തോഷം വേറെ ഒന്നും ഇല്ല ആക്ച്വലി. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ആൻഡ് ഞാൻ അത്രയും എന്താ പറയാ ഒരു ആക്ടർ വൈസ് സ്നേഹിക്കണതും അതേപോലെ ഒരു സ്റ്റാർ ആയിട്ട് ഞാൻ കാണണം ആള് ഒരു 6-7 മാസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലില്ല, സിനിമകളിലില്ല, എവിടെയും ആളുടെ ഒരു എന്താ പറയാ പ്രസൻസ് കാണാനില്ല. അപ്പൊ ആളെവിടെ? ഇതായിരുന്നു ഹോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ന്യൂസ് മാധ്യമങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിക്കണതായിരുന്നു, വേർ ഈസ് മമ്മൂട്ടി അല്ലെങ്കിൽ വേർ ഈസ് മമ്മൂക്ക. ആൻഡ് ആളുടെ കുറെ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി റോങ് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനൊക്കെ ചുറ്റിപ്പറ്റി കുറെ കാര്യങ്ങൾ ഉണ്ടായി. ആൻഡ് ആഫ്റ്റർ എ ലോങ് ബ്രേക്ക്, അറൌണ്ട് 6 to 7 months ഐ ഗസ്, കാരണം എമ്പുരാൻ ഇറങ്ങിയ സമയത്തായിരുന്നു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ ഒരു സമയങ്ങളിലായിരുന്നു ഇതൊക്കെ ഉണ്ടായത്. അപ്പോ ഇന്നലെ രാവിലെ ആയിട്ട് ഇപ്പൊ നമ്മുടെ ഫാൻസ് ഗ്രൂപ്പിലൊക്കെ ഓരോരോ മെസ്സേജ് ഒക്കെ ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് എടുത്തു നോക്കിയ സമയത്ത് മമ്മൂക്കയുടെ ജോർജ് ഏട്ടന്റെ ഒരു സ്റ്റോറി കണ്ടു. എല്ലാവർക്കും നന്ദി, എന്താ പ്രാർത്ഥിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് തൊട്ടപ്പുറത്തായിട്ട് ആൻഡ്രൂ ജോസഫ്, ഫിലിം പ്രൊഡ്യൂസർ, ആളും ഇതേപോലെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. പിന്നെ ഓരോരോ എന്താ പറയാ മലയാളം ഇൻഡസ്ട്രിയിലുള്ള കുഞ്ഞു കുഞ്ഞു ടെക്നീഷ്യൻസ് മുതൽ ഒരു മെയിൻ സ്ട്രീം ആക്ടേഴ്സ് വരെ ഈ പോസ്റ്റുകളും സ്റ്റോറികളും പാസ് ചെയ്യാൻ തുടങ്ങി. ഐ മീൻ മമ്മൂക്ക ഓക്കെയാണ്, അല്ലെങ്കിൽ മമ്മൂക്ക ഇസ് ബാക്ക്, ദ കിങ് ഇസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ആസ് എൻ ഓഡിയൻ, ഐ മീൻ ആസ് എ നോർമൽ ഓഡിയൻ, എനിക്ക് സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് എനിക്കിങ്ങനെ കിട്ടിയൊരു സുഖം ഉണ്ടല്ലോ, ഓക്കെ മൈ മാൻ ഇസ് ബാക്ക്, ആ ഒരു ഫീല്. ഇതിപ്പോ ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ എത്രത്തോളം എല്ലാവർക്കും ഇത് കണക്ട് ആവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഉറപ്പായിട്ടും നമ്മൾ മമ്മൂക്കേനെ സ്നേഹിക്കുന്നതും മമ്മൂക്കേനെ ആരാധിക്കുന്ന ആൾക്കാർക്ക് അത് കറക്റ്റ് ലെവലിൽ കിട്ടും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ആൻഡ് എന്തൊക്കെ പറയണമെന്നറിയില്ല എന്ന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ആള് വരട്ടെ. ആളുടെ സിനിമയെ കുറിച്ച് ഒരു അപ്ഡേറ്റ്സും ഇല്ല. അതേപോലെ ആളുടെ അടുത്ത പ്രൊജക്ട് എന്തായി? കാരണം കുറെ റൂമേഴ്സ് അഗെയിൻ ഉണ്ടായിരുന്നു പുതിയ സിനിമയെ പെട്രിയോട്ട്. അതില് ആളുടെ മീൻസ് ക്യാരക്ടർ സ്പേസ് ഒക്കെ കുറച്ചിട്ട് വേറെ രീതിയിൽ സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്യാണ്ടെന്നുള്ളത്, അതൊക്കെ വെറും റൂമർ മാത്രം കേട്ടോ. അങ്ങനെ ഒന്നും സംഭവിക്കണില്ല. ആള് ഇപ്പൊ ഒരു കിട്ടിയ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. ആള് ഇപ്പൊ അടുത്ത് തന്നെ ഈ ഒരു സെപ്റ്റംബർ ആയിട്ട് തന്നെ പുതിയ ഒരു ഷെഡ്യൂൾ ഉണ്ട് ലണ്ടനിൽ വെച്ചിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പെട്രോട്ടിന്റെ പുതിയൊരു ഷെഡ്യൂളിൽ ആള് ജോയിൻ ചെയ്യും. ആൻഡ് ആളുടെ ഭാഗം മൊത്തം ചെയ്തിട്ട് പെട്ടെന്ന് റാപ്പപ്പ് ആക്കാനുള്ള പരിപാടീസിലാണ്. ആൻഡ് അതേപോലെ തന്നെ കളങ്കാവൽ മൂവിയുടെ ഡബിങ്ങും ആള് ചെയ്യും വേഗം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ മൂവീസ് ഓൾ സെറ്റ് ടു റിലീസ്. അപ്പോൾ ഒരുപാട് എന്താ പറയാ, ഞാൻ പറയുന്ന ആക്ടേഴ്സ് ആവട്ടെ, എല്ലാ ടെക്നീഷ്യൻസ് ആവട്ടെ, സന്തോഷത്തോടെ അവർ ഓരോന്ന് ഷെയർ ചെയ്യുമ്പോൾ ഞാനും അത് ഭയങ്കര സന്തോഷത്തോടെയാണ് കണ്ടിരുന്നത്. ആൻഡ് ഒരു പോസ്റ്റ് കണ്ടു, മിൽമ വരെ എന്തൊക്കെയോ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ പോസ്റ്റ് വെച്ചിട്ട്. അവർ പിന്നെ ഒരു ചാൻസ് കിട്ടാൻ നിൽക്കുകയാണ് എന്തെങ്കിലും പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അത് ഭയങ്കര സന്തോഷമായി തോന്നി. അതേപോലെ എന്താ പറയാ, ഡിഷ് വാഷിന്റെ പരസ്യം തേച്ച് കഴിഞ്ഞിട്ട് മമ്മൂക്കേന്റെ ചിത്രം, ലൈക്ക് ഹി ഓൾവേസ് സ്റ്റേസ് ഇൻ അവർ ഹാർട്ട്. ആ ഒരു രീതിയിലുള്ളൊരു കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ്. ഐ മീൻ സി ഒരു മമ്മൂക്ക, ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ സീനിയർ ആക്ടേഴ്സ്, ഇവരൊന്നും ഇല്ലാത്തൊരു മലയാളം ഇൻഡസ്ട്രി ആലോചിക്കുമ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, എങ്ങനെയായിരിക്കും? ഓക്കെ, എല്ലാവരും ഉണ്ട്, നല്ല അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്, ഡെഫിനറ്റ്ലി. അവരുടെ ഒന്നും സ്പേസ് റീപ്ലേസ് ചെയ്യാൻ ആർക്കും പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെയും അതുപോലെ നമ്മുടെ സ്വന്തം ലാലേട്ടന്റെയും സ്പേസ് ആർക്കും എന്താ പറയുക റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മമ്മൂക്ക ആരാധകനാണെന്ന് പറഞ്ഞു, അത് വിചാരിച്ച് ലാലേട്ടന്റെ സിനിമകൾ മോശമാണ് അല്ലെങ്കിൽ ലാലേട്ടൻ എനിക്കിഷ്ടമല്ല, അങ്ങനെയല്ല. എനിക്ക് ലാലേട്ടന്റെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ഡേ പോയി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ തുടരും നാട്ടിൽ നിന്നാണ് കണ്ടത്. ആൻഡ് എനിക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ
മമ്മൂക്കയുടെ ഈ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ട് കുറെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലും എനിക്ക് ആക്ച്വലി ഒരു വീഡിയോ ഇവിടെ പിന്നെയാണെന്നുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് കാര്യങ്ങൾ കാരണം മൈക്കിന്റെ ഒരു പ്രശ്നം കാരണം മൈക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് കാരണം ഞാൻ പിൻ ചെയ്യാത്തതാണ്. കാരണം സൗണ്ട് ഇഷ്യൂസ് വരും. അതിലെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഈ അസുഖത്തിനെ പറ്റി പറഞ്ഞിട്ട് ഹെയ്റ്റേഴ്സ് കുറെ ആൾക്കാര്, മീൻസ് വേറെ ഒരു ആക്ടറിന്റെ ഫാൻസ്, ഇവരെല്ലാരും കൂടെ വന്നിട്ട് വൃത്തികെട്ട രീതിയിൽ കമന്റ്സ് ഇടുക. സി, എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റണേ? ഒരാളുടെ അസുഖം എന്താണ് അത് അസ്യൂം ചെയ്തിട്ട് ആ അസുഖത്തിനെ ബേസ് ചെയ്തിട്ട് മോശം വേർഡ്സിൽ മോശം കമന്റ്സ് ഇടുക. ഇത് ഞാൻ ഒരു ആക്ടറിന്റെ ഫാൻസ് അല്ലെങ്കിൽ ഈ ഒരു ഹേറ്റേഴ്സ് എന്നൊന്നും പറയണില്ല കേട്ടോ. ഇവിടുന്ന് അവിടേക്കും അവിടുന്ന് ഇവിടേക്കും എല്ലാം ഉണ്ടാവുന്നുണ്ട്. സോ അതിലൊരു തെറ്റുമില്ല. ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് അങ്ങനെ ചെയ്യണത്? നമുക്ക് എന്താ അതുകൊണ്ടൊരു ലാഭം കിട്ടണത്? ഇപ്പൊ ലാലേട്ടന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഐ ഫീൽ സോ ഹാപ്പി ദാറ്റ് ലാലേട്ടൻ എമ്പുരാന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗത്തിന്റെ ആ ഒരു തിരക്ക് പിടിച്ച ഷെഡ്യൂളിന്റെ ഇടയിലും ആള് ശബരിമല പോയ സമയത്ത് വഴിപാട് കഴിച്ച ഒരു സംഭവമൊക്കെ ഭയങ്കര എന്താ പറയാ ഫേമസ് ആയിരുന്നു. ഐ മീൻ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ. മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു വഴിപാടൊക്കെ കഴിച്ചായിരുന്നു. ആൻഡ് നമ്മളെല്ലാരെക്കാളും ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ഒരാള് ലാലേട്ടനായിരിക്കും. കാരണം ആൾ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫേസ്ബുക്കിലാ തോന്നുന്നു. ആൻഡ് ഒന്നും കുറെ ഡിസ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഇമോജി ആൻഡ് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ തന്നെ നമുക്ക് മനസ്സിലാവും അവരൊരു ബോണ്ടിങ്, അല്ലെങ്കിൽ നമ്മുടെ സീനിയർ ആക്ടേഴ്സിന്റെ ഒരു ബോണ്ടിങ്. ഏത് ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും ഇങ്ങനത്തെ ഒരു ബോണ്ടിങ്? ഒരു സീനിയർ ആക്ടേഴ്സ് എല്ലാവരും കോമ്പറ്റീഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദേ ആർ ഫൈൻഡിങ് സം ഒരു സ്പേസ് കണ്ടെത്താണ് ടു എന്താ പറയാ എൻജോയ് ദെയർ മൊമെന്റ്സ്, അല്ലെങ്കിൽ അവരെ ഒരു കണക്ഷൻ എൻജോയ് ചെയ്യണു. ഇപ്പത്തെ പുതിയ മൂവിയിൽ ലാലേട്ടൻ വരുന്നുണ്ട്. ആൻഡ് നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. ഇവർ കുറെ കാലത്തിന് ശേഷം ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. ആൻഡ് യെസ്, സൂപ്പർ എക്സൈറ്റഡ് പെട്രോട്ട് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് അഗെയിൻ മമ്മൂക്ക, നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ മാറി നിന്നിട്ടുണ്ടാവും. പക്ഷെ ആ കുറച്ച് സമയം പോലും എന്നെ പോലത്തെ ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ സിനിമയെ സ്നേഹിക്കണം, മലയാള സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വളരെ വലിയ സങ്കടം തന്നെയായിരുന്നു. ആൻഡ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ വരണം, ഉറപ്പായിട്ടും വരുന്നു പ്രതീക്ഷിക്കണു. ആൻഡ് ഒരു ജനറേഷൻ അല്ലെങ്കിൽ ജനറേഷൻസിന്റെ നായകനാണ്. എൻ്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ മമ്മൂക്ക ഫാനായിട്ടുണ്ട്. അച്ഛൻ, ഇത് ഞാൻ. ഇനി അത് മമ്മൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ടല്ലോ, ഇറ്റ് ഓൾവേസ് സ്റ്റേസ്. ആൻഡ് എനിക്ക് പറയാൻ അറിയില്ല ബാക്കി എന്താന്നുള്ളത്. ആൻഡ് സോ ഹാപ്പി ദാറ്റ് ഹി ഈസ് കമ്മിങ് ബാക്ക്, മേക്കിംഗ് ഈസ് കമ്മിങ് ബാക്ക്. ബാക്കി നിങ്ങൾക്ക് വിട്ടുന്നു. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് മീ. പുതിയ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അപ്ഡേറ്റ്സ് എല്ലാം കാണണം എന്ന് ആഗ്രഹിക്കണവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എനിക്കിങ്ങനെ ഓരോന്നും കട്ടായി പോകുന്നുണ്ട്, കാരണം സന്തോഷത്തോടെ പറയണേ, അത്രയേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.